ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുന്ന ലോകകപ്പ് മഹാഫൈനൽ. കിരീടം തേടി നിലവിലെ ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും നേർക്കുനേർ പോരാടുമ്പോൾ ആരാധകരും ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. തങ്ങളുടെ പ്രതീക്ഷകൾ അവർ പങ്കുവയ്ക്കുന്നു. കാണാം പീപ്പിൾസ് ടോക്ക്. കാത്തിരുന്ന മഹാപോരാട്ടം ഇനി ഒരു മത്സരത്തിന്റെ മാത്രം അകലം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും നേർക്കുനേർ പോരാടുമ്പോൾ ആരാണ് വിജയിക്കുക? ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ്. രണ്ടാളും ജയിക്കട്ടെ. സ്പെയിൻ സപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിൻ തന്നെ. അവരെ പാസിംഗ് ഗെയിം. പക്ഷെ അർജന്റീന നല്ല ടഫ് ഗെയിമാണ്. കഴിഞ്ഞ കളി ഭയങ്കര ടഫാണ്ടായി. അവർ ഫുൾ ടാക്ടിക്സ് ഉപയോഗിച്ച് കളിച്ച്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിനാണ്. അതുകൊണ്ട് സ്പെയിൻ ജയിക്കട്ടെ എന്ന് പറയുന്നു. അർജന്റീന ഫാനാണ്, അതുകൊണ്ട് അർജന്റീന നിൽക്കുന്നുള്ളൂ. മെസ്സി അല്ലല്ല അർജന്റീന. മെസ്സി കണ്ട് എല്ലാവരും കളിക്കുന്നു. ഈ ലോകം കാത്തിരിക്കുന്ന ഒരു ആവേശ പോരാട്ടമാണ് ഈ ഫൈനല്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന വീണ്ടും ഒരു കിരീടം നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഫൈനൽ സാധ്യത അർജന്റീനയാണ്. മാത്രമല്ല ഒരു അവസാന നിമിഷം വരുമ്പോൾ നന്നായി കളിച്ച് കപ്പ് വിജയത്തിലെത്തുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലും അർജന്റീനയെ ജയിപ്പിക്കണം എന്നുള്ളൊരു വാശി ഫിഫയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു എന്ന് തോന്നണേ. അങ്ങനെ എല്ലാ കളികളിലും അങ്ങനെ ഒരു എന്തൊക്കെ ഒരു തട്ടിപ്പ് ഫിഫയ്ക്ക് അർജന്റീനയെ ജയിപ്പിച്ചേ പറ്റുമോ എന്നുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കപ്പടിക്കുക മിക്കവാറും സ്പെയിനായിരിക്കും. ഇനി അത് തന്നെ ഫിഫ ദാനം ചെയ്യോ അർജന്റീനയ്ക്ക് എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല. അടിക്കാനേ സാധ്യത. അർജന്റീന അത്ര ഇഷ്ടമാണോ? കളി കാണാറുണ്ടോ? അവർ കപ്പടിക്കോ? പറയാൻ കാരണം എന്താ? കളിക്കോ? നന്നായി കളിക്കാം. ഞാൻ അർജന്റീന ഫാനാണ്. പക്ഷേ കളി എന്ന് പറയുമ്പോൾ നോക്കിയാൽ സ്പെയിനും അർജന്റീനയും ഈക്വലാണ്. പക്ഷേ ലാസ്റ്റ് ഇതിൽ അർജന്റീനയ്ക്കാണ് മുൻതൂക്കം ഉണ്ടാവുക. കാരണം അർജന്റീന ജയിക്കണമെന്നാണ് എല്ലാവരെ പോലെ ഞങ്ങളുടെ ആഗ്രഹം. നന്നായി കളിക്കുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ പിന്നിൽ നിന്നാലും ലാസ്റ്റ് ടൈമിൽ കയറി വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. സ്പെയിൻ ഒട്ടും മോശമല്ല, നല്ല ടീമാണ്. മനസ്സുകൊണ്ട് സ്പെയിൻ ജയിക്കണം എന്നാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അയാൾ മിന്നും ഫോമിലാണെങ്കിൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പ്രാപ്തിയുള്ള കളിക്കാരനാണ്. മനസ്സുകൊണ്ട് സ്പെയിൻ. അർജന്റീന ഇത്ര നേരം മുന്നോട്ട് പോയി അവരെന്നെ കപ്പടിക്കും. അതിലാണ് നല്ല കളിക്കാരുള്ളത്. ഇപ്പോഴത്തെ കളിയിലൊരു ഇത് വെച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിനാണ്. കാരണം സ്പെയിൻ ഇപ്പോൾ എല്ലാ മേഖലയിലും ഡിഫൻസ് ആണെങ്കിലും മിഡ്ഫീൽഡ് ആണെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടെങ്കിൽ അവരുടെ ഫോർവേഡ് മാത്രമാണ്, മുന്നേറ്റത്തിന് മാത്രമാണ്. ബാക്കി എല്ലാവരും സെറ്റാണ്. ഫ്രാൻസിനെ ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ടീം ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിനെ തോൽപ്പിച്ച് അവർ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അർജന്റീനയും സ്പെയിനും കൂടി വരുമ്പോൾ ഞാൻ കൂടുതൽ ചാൻസ് കാണുന്നത് സ്പെയിനാണ്. ഫൈനലിൽ തീർച്ചയായിട്ടും അർജന്റീന തന്നെയായിരിക്കും കപ്പടിക്കുക. 2-1 അർജന്റീന 100% ജയിച്ചിരിക്കും. അതെ 100%. മെസ്സി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ഫുട്ബോളാണ്. അതുകൊണ്ട് മെസ്സി ഉള്ളിടത്തോളം കാലം അർജന്റീന 100% ആയിട്ട് അർജന്റീന ഈ രണ്ടാമതും കപ്പടിക്കാനുള്ള എല്ലാ ഇതിലും ഉണ്ട്. 2 ഗോൾ അടിക്കും അർജന്റീന, 1 ഗോൾ സ്പെയിൻ അടിക്കും. അത് 2 ഗോൾ. അത് നേരത്തെ തന്നെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ മെസ്സി സ്പെയിനിൽ കളിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആ പ്രഗത്ഭനായ കളിക്കാരനോട് ഒത്തുചേർന്ന് കളിച്ചിരുന്ന പ്ലേയേഴ്സാണ് മറ്റുള്ളതെല്ലാം. അപ്പോൾ മെസ്സിക്ക് അറിയാം. മെസ്സിയുടെ തന്ത്രങ്ങൾ ഒരു പരിധി വരെ അവർക്കറിയാം. പക്ഷേ പുതിയൊരു സ്പെഷ്യൽ ട്രിക്ക് അയാളുടെ അടുത്തുണ്ട് എന്നാണ് തോന്നണത്. സ്പെയിന് ലാസ്റ്റ് കളി നന്നായിട്ട് കളിച്ചിട്ട് തന്നെ ജയിക്കണം അർജന്റീന. കളിക്കാണ്ട് ആർക്കും ജയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എല്ലാവരും ഫിഫ പോയി കമ്പനി ടീമെന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. അവർ തോറ്റു, അവർക്ക് കഴിവില്ലാത്ത കാരണം അവർ തോറ്റു. ഞാൻ ജയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അതുമില്ല കുറ്റം പറയാ. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കി തോക്കുമ്പോ ഉണ്ടാക്കി പറയേ. യമ്മാലൊന്നും കടക്കൂല, അങ്ങോട്ട് സെൻറ്റർ കടക്കൂല. മെസ്സി 2 ഗോൾ അടിക്കും, 3-1 ജയിക്കും. ഫസ്റ്റ് അവരടിക്കും, പിന്നെ തിരിച്ച് 3 അടിക്കും.